നമസ്തേ, കഥകളതിസാഗരത്തിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഉദയനക്കുറുപ്പിൻ്റെ കഥയിലെ ഒരു പുതിയ കഥ ഇന്ന് പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ കഥകളെല്ലാം തന്നെ രസകരമായ കഥകളല്ലേ. ഇന്ന് അദ്ദേഹം രാവിലെ വരികയാണ്. ഒരു ദിവസം ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞ് ചെറിയൊരു മഴക്കമൊക്കെ കഴിഞ്ഞ് കോമപ്പക്കുറുപ്പ് അങ്ങനെ തച്ചോളി മേപ്പയിൽ മാണിക്കൂത്ത് വീടിൻ്റെ പൂമുഖത്ത് ഇരിക്കുക. ആ സമയത്ത് തച്ചോളി കുഞ്ഞോദയനൻ അനിയൻ ചെന്നിട്ട് ഈ വീടിൻ്റെ ഉമ്മറത്തേക്ക് ചെന്നിട്ട് ചിത്തിരത്തൂണ് മറഞ്ഞു നിന്നു. എന്ന് വെച്ചാൽ ചിത്രപ്പണികളൊക്കെയുള്ള വലിയ തൂടാണ് ആ മേപ്പയിൽ തറവാടിനെ, മാണിക്കൂത്ത് തറവാടിന്. ആ ചിത്രത്തൂണിൻ്റെ പുറകിലായിട്ട് ഇങ്ങനെ മറഞ്ഞു നിന്ന് ചേട്ടനെ ഇങ്ങനെ നോക്കി. ചാരുകസേരയിലിരുന്ന് വിശ്രമിക്കുന്ന ചേട്ടനെ വലിയ പേടിയും ബഹുമാനവും അതിലേറെ സ്നേഹവുമാണ്. ചേട്ടനെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും ചെയ്യില്ല എന്നാണ് പറയുക. എന്നാൽ പല കാര്യങ്ങളൊന്നും കൂട്ടാക്കാറുമില്ല. ചേട്ടൻ പറഞ്ഞ് കൂട്ടാക്കാറില്ല, പോയി ജയിക്കും. വീരനല്ലേ അനിയൻ. അങ്ങനൊരു ദിവസം ആചാരം ചെയ്താടേ നിൽക്കുന്നല്ല. ചേട്ടാ എന്നും പറഞ്ഞ് ഉറക്കമുണർന്ന് ചെന്നു. അപ്പോഴത്തേക്കും ചായ കൊണ്ടു കൊടുത്തു. ചായ കുടിച്ച് അവിടെ നിൽക്കുമ്പോൾ അപ്പം കോമപ്പക്കുറുപ്പിന് തോന്നി ഇപ്പം എൻ്റെ വലിയ ആചാരവും ഒരു സ്നേഹം കാട്ടലും സൂത്രമൊക്കെ എന്തൊരു കാര്യസാധ്യത്തിന് വേണ്ടിയാണ്. അതിപ്പോൾ നമ്മൾ ഇപ്പോഴും നാട്ടിൽ നടക്കണില്ലേ ഒരു കാര്യസാധ്യത്തിന് വലിയ ഓശാനിച്ച് നിൽക്കലും ഭവ്യതയോടെയുള്ള സംസാരം. കുട്ടികൾ ഓരോ കാര്യങ്ങളൊക്കെ സാധിക്കാൻ വേണ്ടിയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അവിടെ ഉടൻ തന്നെ കോമപ്പക്കുറുപ്പ് ചോദിച്ചു, തച്ചോളി നല്ലോമന കുഞ്ഞോദേന, തച്ചോളി വീടിൻ്റെ ഓമനയായ കുഞ്ഞോദേന, എൻ്റെ പൊന്നനുജ, ഏടത്തേക്കാണിൻ്റെ പോക്കോദേന, നിനക്ക് എങ്ങാണ്ടേ പോകണം, അതിന് എൻ്റെ അനുവാദം വേണം. അതാണ് നീ ഈ സൂത്രത്തിൽ വന്ന് നിന്ന് പതുക്കനെ പറയണേ. ഏടത്തേക്കോണെൻ്റെ പോക്കോദേനെന്ന് എവിടത്തേക്കാടാ ഉദയന നീ പോണത്? എനിക്കറിയാം, നിൻ്റെ നിലവ് കണ്ടാൽ എനിക്കറിയാം. ആന കരിമ്പിനെ കൊതിച്ച പോലെ, കരിമ്പ് കാണുമ്പോൾ ആനയ്ക്ക് ഒരു കൊതിയുണ്ട്, ഒരാഗ്രഹമുണ്ട്, മോഹൻ വായിൽ വെള്ളം ഊറും കരിമ്പ് കണ്ടാൽ ആനയ്ക്ക്. എന്നതുപോലെ പകരം അതുപോലെയാണല്ലോ നിൻ്റെ നിലവ്. അതുകൊണ്ട് നീ എന്ത് മോഹിച്ചാൽ വന്നേക്കണേന്ന് ചോദിച്ചു. അപ്പോൾ ഉടനെ കുഞ്ഞോദയനൻ വളരെ ചൊടിയായിട്ട് ഏതായാലും കളവ് കണ്ടുപിടിച്ചു, ഇനിയിപ്പോൾ പറയാം എന്ന് വിചാരിച്ചു. ഒന്നുണ്ട് കേൾക്കണം എൻ്റെ ഏട്ടാ, ഞാനിപ്പോൾ പറയണ കാര്യം ചേട്ടൻ വളരെ ശ്രദ്ധയോടെ കേൾക്കണം. എന്താ പലരും പറഞ്ഞു, ഞാൻ കേട്ടിട്ടുണ്ട്, ഒരുപാട് പേര് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താണ്? വാളങ്കറ കോട്ടയെന്നൊരു കോട്ടയുണ്ടെന്ന്. എന്താ ഈ കേട്ടേക്കണേ? വാളങ്കറ കോട്ടയെന്നൊരു കോട്ടയുണ്ടെന്ന്. വാളങ്കറ കോട്ട എന്ന് പേരുള്ളൊരു കോട്ടയുണ്ട്. ആ കോട്ടയ്ക്കുള്ള പ്രത്യേകത എന്താണെന്നറിയാമോ? പെണ്ണാളെടുപ്പിച്ച കോട്ടപ്പണി. പെണ്ണാളെടുപ്പിച്ച കോട്ടപ്പണി. ആ കോട്ട പണിയിപ്പിച്ചേക്കണത് ഒരു പെണ്ണാണ്, ഒരു സ്ത്രീയാണ്. സാധാരണ ഈ വീരന്മാർ ശൂരന്മാർ ആണുങ്ങളാണ് കോട്ട പണിയാറ്. ഇതിപ്പോൾ വാളങ്കറ കോട്ട, വാളങ്കറ കുഞ്ഞിക്കന്നി എന്ന് പറയുന്ന ഒരു പെണ്ണ് പണിയിപ്പിച്ച കോട്ടയാണ്. എനിക്ക് അങ്ങനെ കേട്ടപ്പോൾ ആ കോട്ട കാണാനും എനിക്ക് ആ കോട്ട കാണാനൊന്ന് പോകണം എന്ന് കേട്ടു. അപ്പോൾ കുഞ്ഞോദയനന് കോമപ്പക്കുറുപ്പിന് കാര്യം പിടികിട്ടി. കോമപ്പക്കുറുപ്പ് ഇങ്ങനെ തടിക്ക് കൈ കൊടുത്തിരുന്ന് ആലോചിച്ചു എന്നിട്ട്, വാളങ്കറ കോട്ട കാണാനായിട്ട് ഞങ്ങളെന്ത് പറഞ്ഞാൽ ഞാനും എൻ്റെ 2-3 കൂട്ടുകാരും കൂടി ഒരിക്കൽ പോയിട്ടുണ്ട്. അപ്പോൾ ഈ കോട്ട ഒരു സമുദ്ര തീരത്തായിട്ടാണ്, ഇതിൻ്റെ തീരത്തായിട്ടാണ്. അപ്പോൾ ബോട്ടിൽ കൂടി പോയിട്ട് വേണം കോട്ടയുടെ അടുത്തേക്ക് അടുക്കാനായിട്ട്. അപ്പോൾ ഉടൻ തന്നെ ആരാടാ ഉദയന നിന്നോട് ഈ കാര്യം പറഞ്ഞത്? ആര് ചതിച്ച പണിയാണ് ഈ വാളയങ്കറ കോട്ടയുടെ കാര്യം നിന്നോട് പറഞ്ഞ് നീ അവിടെ പോവാൻ വേണ്ടിയിട്ട്? അതൊരു ചതിയാണല്ലോ മോനെ. കാരണം വാളങ്കറ കോട്ടപ്പണി കണ്ടോരാരും വങ്കാളറക്കോട്ട കണ്ടോരാരും തന്നെ പിന്നെ എന്താണ്ടേ മടങ്ങി മലനാടു കണ്ടിട്ടില്ല. തിരിച്ചു വന്ന് ഈ മലനാട് കേരളത്തിലേക്ക് തിരിച്ചു വന്നിട്ടില്ല. അപ്പം കേരളത്തിലല്ലാത്തൊരു കോട്ടയാണ് ഈ വങ്കാളർ കോട്ട.
ഉടൻ തന്നെ വങ്കാളർ കോട്ടപ്പണി കണ്ടവരാരും ഇങ്ങോട്ട് വന്നിട്ടില്ല, തന്നില്ലം കണ്ട് മരിച്ചിട്ടില്ല. അതുകൊണ്ട് നീ അത് മനസ്സിലാക്കി പോവണ്ട. ഞാൻ പിന്നെ ഒരനുഭവം പറയാം. പണ്ട് ഞാനും ഒരു ഊറി പോയിന്നല്ലോ. ഞാനൊരു തവണ ഈ വങ്കാളർ കോട്ട കാണാൻ പോയിട്ടുണ്ട്. ഞാൻ തന്നെയല്ല, ഞാനും ആരൊക്കെ, പനങ്ങാടൻ ചന്തുക്കുറുപ്പും ഞാനും, കൊയിലോത്തു കുഞ്ഞാമൻ നമ്പിയാരും, പിന്നെയോ കുഞ്ഞാമൻ നമ്പിയാരും ചന്തുക്കുറുപ്പും, കീഴയിൽ പനങ്ങാടൻ ചന്തുവും ഞാനും ഞാളൊരു 4 ആളു പോയോതേനാ. ഞാനും എൻ്റെ 3 കൂട്ടുകാരും 4 ആളും കൂടി അവിടെ പോയി. കപ്പലിൽ ഒന്ന് വിലയ്ക്ക് വാങ്ങി ഞങ്ങൾ. എന്നിട്ട് കപ്പലിലാണ് യാത്ര ചെയ്തത്. കുറേ കഴിഞ്ഞപ്പോൾ എന്തുണ്ടായി, കപ്പലു തച്ചു പൊളിഞ്ഞു പോയി. തിരമാല അങ്ങോട്ട് ആഞ്ഞടിച്ചപ്പോൾ കപ്പൽ അങ്ങോട്ട് പൊളിഞ്ഞു. കപ്പൽ പൊളിഞ്ഞ് കപ്പലിപ്പോൾ മുങ്ങുന്നുള്ള നിലയായി. ഞങ്ങൾക്കൊരു ഒറ്റപ്പലക കിട്ടി. ഒറ്റപ്പലക എന്ന് പറയുമ്പോൾ അതിന് കുറച്ച് കട്ടിയൊക്കെ ഉണ്ടാവും. അതിന് പിടിച്ച് പൊങ്ങി കിടക്കാനായിട്ട് സാധിച്ചു. അവിടെ കിടന്നുകൊണ്ട് ഞങ്ങൾ ദൈവത്തെ വിചാരിച്ചു. അങ്ങനെ അപ്പോൾ ഈ കരയിൽ ഈ സമുദ്രതീരത്ത് നിൽക്കുന്ന മാളികയുടെ മുകളിൽ നിന്നുകൊണ്ട് 7-8 ഗോപുരങ്ങളുള്ള ഈ വാങ്കളർ കോട്ട ഞങ്ങൾ വെള്ളത്തിൽ കിടന്ന് കണ്ടു. മരിക്കുള്ളൂ എന്ന് ഉറപ്പായി അവിടെ കിടന്ന് കണ്ടു. ഞങ്ങളങ്ങനെ ഒഴുകി കളിക്കുക. ഈ വെള്ളത്തിലൂടെ അങ്ങനെ പലക ഒഴുകണം, എൻ്റെ കൂടെ അങ്ങനെ ഒഴുകി പോവുക. കപ്പൽ മുങ്ങി. അത് ചെങ്കീരി പൊന്മകൾ കുഞ്ഞിക്കന്നി, ചെങ്കീരി വീട്ടിൽ, ചെങ്കീരി കോട്ട എന്ന് അതിന് പറയാം. ആ ചെങ്കീരി പൊന്മകൾ കുഞ്ഞിക്കന്നി 7 തട്ടും ഗോപുരമാളിൽ നിന്ന്, 7 ഗോപുരങ്ങളുള്ള മാളികയിൽ നിന്ന് കണ്ടു. കണ്ട വഴിക്ക് എന്ത് ചെയ്തു, ചെറുതോണിക്കപ്പൽ കൊടുത്തുവിട്ടല്ലോ. ചെറിയ തോണിക്ക് രക്ഷിക്കാൻ പറഞ്ഞ് ആൾക്കാരെയൊക്കെ കൊടുത്തു വിട്ടു. വങ്കാളറെ കോട്ടയ്ക്ക് അടുപ്പിച്ചില്ല. അങ്ങനെ കോട്ടയുടെ അങ്ങോട്ട് അടുത്തേക്ക് അടുപ്പിക്കുകയും ചെയ്തു. അവിടെ അടുപ്പിച്ച് കൊണ്ടുപോയിട്ട് പിന്നെ എന്താണെന്ന് ചെയ്തത്, ചെങ്കീരി പൊന്മകൾ കുഞ്ഞിക്കന്നി, കടലിൽ തോണി അയച്ച്, വേറെ ചെറിയ വഞ്ചി അയച്ച് ഞങ്ങളെ കടലിലെ അപകടത്തിൽ നിന്ന് രക്ഷിച്ച് കോട്ടയിലേക്ക് കൊണ്ടുപോയിട്ട് ചൂതു കളിക്കുവാൻ കൂട്ടി ഞങ്ങളോട് ചൂത് കളിക്കാൻ ക്ഷണിച്ചു. ചൂത് കളി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ നമ്മളെ ചതുരംഗ കിസ് ഇത് തന്നെ കളി. ആ ചൂത് കളിക്കാനായിട്ട് ഞങ്ങളെ വിളിച്ചു. ഉറുമിവാൾ വെച്ചു കളിച്ചു. ഞങ്ങൾക്ക് ആകെ ഞങ്ങളുടെ സ്വത്തായിട്ടുള്ളത് അവിടെ ഉറുമിവാൾ മാത്രമാണ്. പന്തയം വച്ചിട്ടാ കളി. ഒരു ഭാഗത്ത് ചെങ്കീരി പൊന്മകൾ കുഞ്ഞിക്കന്നി അങ്ങോട്ട് ഇരിക്കും, മറുഭാഗത്ത് ഓരോരുത്തരെ വിളിച്ച് ഞങ്ങൾ 4 പേരും ഈ കുഞ്ഞിക്കന്നിയോട് കളിയിൽ തോറ്റുപോയി. ഉറുമിവാൾ മാത്രമേ ഉള്ളൂ. ആ ഉറുമിവാൾ പണയം വച്ച് ഞങ്ങൾ കളിച്ചു. അപ്പോൾ അതുപോലെ കന്നി ജയിച്ചതേനാ. വാതു വച്ച് കളിച്ചപ്പോൾ ആ കളികളിലൊക്കെ ഈ പൊന്നിയാണ് ജയിച്ചത്. അത് കഴിഞ്ഞ് വാള് പോയി. പിന്നെയോ മോതിരം വച്ചു കളിച്ചതേനാ. പിന്നത്തെ കളിയിൽ മോതിരം വച്ചു, അതും കുഞ്ഞിക്കന്നി ജയിച്ചു. അടിമുണ്ടും മേൽമുണ്ടും വച്ചോതേന. അടിമുണ്ടും മേൽമുണ്ടും കൂടി പണയം വച്ച് ഞങ്ങൾ കളിച്ചു. ഓക്കെയ കന്നി ജയിച്ചോതേന. ആ കന്നി ഇതിലൊക്കെ ജയിച്ചു. എന്നിട്ടോ പടവാഴത്തോട്ടങ്ങനെ കൊത്തുവാനായി ഞാളങ്ങനെ നിശ്ചയിച്ചേ കുഞ്ഞോതേന. അവരുടെ തോട്ടത്തിൽ പണിയെടുക്കാൻ, അതൊക്കെ കിളച്ച് മറിക്കാനായിട്ടുള്ള ജോലി ഞങ്ങൾ കൊണ്ട് ചെയ്യിപ്പിച്ചു. അത് കഴിഞ്ഞ് ആ പണിയൊക്കെ എടുത്ത് വിശന്ന് ഞങ്ങൾ തളർന്ന് കഴിഞ്ഞപ്പോൾ ആഴക്കരിയുമേ കൽപ്പിച്ചോള്, ഞാളുമരി ഉപ്പുമേ കൽപ്പിച്ചോള്. അരിയും ഉപ്പും കൂടിയിട്ട് ഞങ്ങൾക്ക് ഒരേ പിടി വാരി തന്ന സന്ധ്യ ആകുമ്പോൾ ഞങ്ങളെ അങ്ങോട്ട് കടലിലേക്ക് ഇറക്കിയാൽ വിട്ടു. എന്നിട്ടെന്താ, ഞങ്ങൾ മരിക്കുവാനെ കടലിൽ ആ നേരത്ത് അരിയോ ഉപ്പോ തിന്നു കഴിഞ്ഞാൽ ഉപ്പുള്ള വെള്ളം പിന്നെയും കുടിക്കും. ഒന്നുകിൽ വെള്ളം കുടിച്ച് മരിക്കും, ഇല്ലെങ്കിൽ കടലിൽ മുങ്ങിത്താണ് മരിക്കുകയും ചെയ്യും.
അങ്ങനെ ഞങ്ങൾ കടലിൽ ചെന്ന് മുങ്ങുകയും പൊങ്ങുകയും താഴും വീണ്ടും മരണത്തിലേക്ക് ഇടപെട്ടപ്പോൾ ഈ കുഞ്ഞ് ഞങ്ങളുടെ ആ ചെങ്കിരി കുഞ്ഞിക്കന്നിയുടെ ദാസിപ്പെണ്ണുങ്ങളിൽ ഒരാൾ, ദാസിപ്പെണ്ണ് ഒരു പേര്, ഓളെ വേള കൊണ്ടും വിദ്യ കൊണ്ടും അവരിത്തിരി സൂത്രവും കൗശലമൊക്കെ ഉള്ളതാണ് ദാസിപ്പെണ്ണ്. ആ ദാസിപ്പെണ്ണിൻ്റെ മനസ്സിലെ പാവങ്ങൾ കപ്പലപകടത്തിൽ പെട്ട് ഇവിടെ അടുത്തെത്തിയവരെ തോണി കൊടുത്തയച്ചിട്ട് വേറെ വഞ്ചി കൊടുത്തയച്ച് രക്ഷിച്ച് ഇവിടെ കൊണ്ടുവന്ന് ചൂത് കളിപ്പിച്ച് തോൽപ്പിച്ച് കടലിലേക്ക് തള്ളിവിട്ടു. പാവം തോന്നിയിട്ട് ആ കന്നി അറിയാതെ കണ്ട് ആ ദാസിപ്പെണ്ണ് ഞങ്ങളെ സഹായിച്ചു. അങ്ങനെ മലനാടു കണ്ടു ഞങ്ങൾക്ക് തിരിച്ച് മലനാട്ടിലേക്ക് വരാൻ പറ്റിയ. ഇല്ലെങ്കിൽ ഈ കന്നി ഭയങ്കര സാധനം, എല്ലാവരെയും കൊല്ലും. ഏടംകൊരത്തലെ പോകുവാൻ ഞാനിപ്പം തന്നെങ്ങനെ കീയുന്നേരം മുമ്പിക്കെട്ടൻ വിലക്കിക്കോളും തെണ്ടിത്തിരിഞ്ഞേതാൻ കൊണ്ടുവന്നെങ്കിൽ ഇരുകയും കുട്ടിയേട്ടൻ വാങ്ങിക്കൊള്ളും പൊന്നു ചുമടാക്കി കൊണ്ടുവരുമ്പം കുമ്പ കുലുക്കി ചിരിച്ചു കൊള്ളും അരിച്ചെന്നടിച്ചോണ്ടോ ദേനല്ലോ മാളിക പടികിഞ്ഞി പോരുന്നല്ലോ. അപ്പം കോമപ്പക്കുറിപ്പിനോടോ ദേനം പറയണേ, എനിക്കിതുവരെ ഈ വാങ്കറളക്കോട്ടൊന്ന് കാണുന്നതേ ഉണ്ടായിരുന്നു. ഇപ്പം എനിക്ക് തോന്നുന്നു എൻ്റെ ചേട്ടനെയും കൂടി പണ്ട് കൊല്ലാൻ നോക്കിയ കുഞ്ഞു കരിയല്ലേ അവിടെ. ഇനിയിപ്പോൾ അവളെ കൊന്നിട്ട് ആ കോട്ട കണ്ടെത്തി പിടിച്ച് അവിടുത്തെ പൊന്നൊക്കെ ഇടിപ്പിച്ച് ഇവിടെ കൊണ്ടുവന്ന് മേപ്പയിൽ കൊണ്ടുവന്ന് വയ്ക്കുമ്പോൾ എൻ്റെ ചേട്ടൻ കോമപ്പക്കുറിപ്പ് കുമ്പ കൊല്ലിക്ക് ചിരിക്കുമല്ലോ. അപ്പം ചേട്ടനൊരു ചിരിയുണ്ട്. ഞാൻ പോയി അടുത്തം വെട്ടി കൊണ്ടുവരണം മുതൽ കാണുമ്പോൾ എനിക്കത് കാണണം, അത് കാണാതെ കണ്ട് എനിക്ക് പറ്റില്ല എന്നും പറഞ്ഞ് നേരെ അങ്ങോട്ട് കണ്ടാഞ്ചേരി ചാപ്പനെയും കൂട്ടുകാരെയൊക്കെ കൂട്ടി ലോകനാർക്കാവിലും പോയിരുന്നു. ലോകനാർക്കാവിലേക്ക് അങ്ങോട്ട് ചെന്നു. അവിടെ ചെന്ന് വന്നിട്ട് വലിയ ചിറയിൽ അങ്ങോട്ട് കുളി കഴിഞ്ഞു. ചെറിയ ചിറയിൽ കാല് നനച്ചു. തിരുമുമ്പിൽ വന്നാടെ നിന്നോദേനൻ ലോകനാർക്കാവിൽ അമ്മയുടെ തിരുമുമ്പിൽ അങ്ങോട്ട് വന്നു നിന്നു. എന്നിട്ട് തയ്യിലെ നമ്പ്യരണ്ടുണ്യംപൂരിയെ ശ്രീവാതിയിലേറി തൂറക്ക വേണം. നടയൊക്കെ അടച്ചിട്ടേക്കുക. എന്നാലും ഉദയനനൊക്കെ കൽപ്പിച്ച കൽപ്പന രാജകൽപ്പന പോലെയൊക്കെ അങ്ങനെ എന്നെ ഉണ്ണിനമ്പൂരിയെ ഓടി വരൂ, വേഗം വരൂ, ആ തിരുവാതിൽ നടയൊന്നും അങ്ങോട്ട് തുറക്കും. തൃപ്പാടിൽ ഭണ്ഡാരം കൊണ്ടുവയ്ക്ക്. ആ പാദത്തിൽ എവിടെയാണ് മാറ്റി വെച്ചേക്കണേ ഭണ്ഡാരം. ഇനി നട തുറക്കണം നേരമൊന്നും ഞാൻ കാത്തുക്കണില്ല, ഭണ്ഡാരം കൊണ്ടുവന്ന് വയ്ക്കാൻ പറഞ്ഞു. 7 തിരിയിട്ട് ദീപം തെളിക്ക്. ആ വേഗം ലോകനാർക്കാവിലമ്മയുടെ ആ വിഗ്രഹത്തിന് മുമ്പിൽ തിരി അങ്ങോട്ട് വയ്ക്കൂ. ഉടൻ തന്നെ ഈ കുളിച്ച് വന്ന വഴിക്ക് ആ ഈറൻ മുണ്ടിൻ്റെ കോന്തല അങ്ങോട്ട് അഴിച്ചു. എന്നിട്ട് അതിൽ നിന്നും അവിടെ കോന്തല അഴിച്ച് എണ്ണിപ്പതിനാറു പണമെടുത്ത് കോന്തലയിൽ കെട്ടിക്കൊണ്ടുവന്നിരുന്ന 16 പൊൻപണം എടുത്ത് ആ ഭണ്ഡാരപ്പെട്ടിയിൽ അങ്ങോട്ട് വെച്ചു. എന്നിട്ട് ലോകനാർക്കാവിൽ അമ്മോട് പറഞ്ഞു, എൻ്റെ മോഹം എന്താണെന്ന് അമ്മ മനസ്സിലാക്കി എനിക്ക് വേണ്ടത് ചെയ്യണം എന്ന് പറയണം. ആ സമയത്ത് അവിടെ ഒരുപാട് പേര് അപ്പോഴേക്കും കേട്ടറിഞ്ഞ് ദേ ഒതേനക്കുറിപ്പ് അങ്കപ്പുറപ്പാടാ, എന്നാൽ അതേ ഇപ്പം കാവില അങ്കപ്പുറപ്പാടാ, ഒതേനക്കുറിപ്പ് എങ്ങാണ്ട് അംഗത്തിന് പോവുക, ഏതാണ്ട് കോട്ട പിടിക്കാൻ പോവുക എന്നൊക്കെ കേട്ട് ഒരുപാട് ആൾക്കാർ വന്നു. ആ കൂടി നിന്നതിൽ വേറെ ഒരു ഉണ്ണി നമ്പൂരി ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു നൂലിട്ടൊരു ഉണ്ണിക്ക് മെയ്യൽ വന്നു എന്ന്. അതെന്താ ഈ പറയണെന്നറിയാമോ? പൂണൂൽ മറ്റൊരു ഉണ്ണി നമ്പൂതിരിക്ക് കലി കയറി. ആ ഉണ്ണി നമ്പൂരിയുടെ നമ്മൾ ഈ വെളിച്ചപ്പാടും പറയൊക്കെ എപ്പോഴും കാണില്ലേ ദേവീ ക്ഷേത്രങ്ങളിൽ. കലി അങ്ങോട്ട് കയറുമ്പോൾ വെളിച്ചപ്പാട് തുള്ളി ദേവി വെളിച്ചപ്പാടിൽ ആവേശിച്ച് വന്ന് ദേവിയുടെ വാക്കുകളായിട്ട് നമ്മളോട് പറയണു. അങ്ങനെയാണല്ലോ കാണുന്നത്. അതുപോലെ ഇവിടെ ലോകനാർക്കാവിലമ്മ ഈ ഉണ്ണി നമ്പൂതിരിയുടെ മെയ്യൽ വന്നു എന്ന് പറഞ്ഞാൽ കലി കയറി ശരീരത്തിൽ കയറിയിട്ട് വെട്ടി അങ്ങോട്ട് ഉയർന്നുള്ളൊരു അരുളപ്പാട് വളരെ വ്യക്തമായിട്ട് ദേവി പറയുന്ന ഇതുപോലെ ഉണ്ണി നമ്പൂരി അങ്ങോട്ട് പറയാണ്. തച്ചോളി നല്ലോ മന കുഞ്ഞോദേനാ. ദേവിക്ക് അമ്മയ്ക്ക് ഭഗവതി അമ്മയ്ക്ക് മകനെ പോലെയാണ്. വാങ്കാളറ് കോട്ടയ്ക്ക് പോകണമെന്നുണ്ടോ? നിനക്ക് പോകണമെന്നുണ്ടോ ഈ വാങ്കാളർ കോട്ടയ്ക്ക്? വാങ്കാളറ കോട്ടയ്ക്ക് പോന്നതിന് അങ്ങനെ നീ പോണെങ്കിൽ നീ മടിക്കണ്ട കുഞ്ഞോദേന. നീ ഇനിയിപ്പോൾ അതിന് മടിച്ചു നിൽക്കൊന്നും വേണ്ട, നീ പൊക്കോ, നീ മടിക്കൊന്നും വേണ്ട.
ഞാനും കൂടെ പോരാം കുഞ്ഞോദേന, ഞാനും നിൻ്റെ കൂടെ അങ്ങോട്ട് വരാം, നമുക്ക് വാങ്കളറ് കോട്ടയിലേക്ക് പോകാം, അവിടെ പൊട്ടനെയും കൂടെ അങ്ങ് കൂട്ടിക്കോണം എന്ന് വെച്ചാൽ കണ്ടാഞ്ചേരി ചാപ്പനെയാണ് ഈ പറയണേ, കണ്ടാഞ്ചേരി ചാപ്പനെയും കൂടെ കൂട്ടിക്കോ. അവിടെ എന്താണ് പെട്ടെന്ന് പോയി കാണാൻ 14 വെള്ളരിയുണ്ടോ ദേന, അവിടെ 14 സ്ഥലത്ത് വെള്ളരി നട്ടിട്ടുണ്ട്. മുൻപിനാലറക്കുന്ന പൊൻവെള്ളരി, അവിടെ നിന്ന് ഇറക്കുന്ന ആ കണി കാണുന്ന കണിവെള്ളരി പോലെ പൊൻവെള്ളരി എന്ന് പറയുന്ന ആ പ്രത്യേക നിറത്തിലുള്ള ഭംഗിയുള്ള ആദ്യം അറക്കുന്ന ആ വെള്ളരി അറക്കിലിട്ടന്നെ മൊയിലകത്ത്, പൊട്ടൻ്റെ മുമ്പിലും തൂക്ക വേണം, പിന്നെ അറക്കുന്ന പൊൻവളരി. അതായത് അവിടുത്തെ പൊട്ടനെ കൂട്ടിക്കോ എന്ന് പറയുന്നത് ഒരു ദേവൻ തന്നെ എനിക്ക് തോന്നുന്നതാണ് കേട്ടോ. ഈ മുത്തപ്പൻ കോട്ടയിലുള്ള ആ മുത്തപ്പൻ തെയ്യം, പൊട്ടൻ തെയ്യം എന്നൊക്കെ പറയും. അതുകൊണ്ടാണ് ഈ പൊട്ടനെ പറയുന്നത്. കണ്ടാച്ചേരിച്ചാപ്പൻ്റെ ഒരു മരണശേഷം നടക്കുന്ന ഒരു തെയ്യമായിട്ടാണ് അതിനെ കരുതുന്നത്. അങ്ങനെ അറക്കുന്ന ആ പൊൻവെള്ളരി അവിടെ കൊണ്ടുപോയി കെട്ടിത്തൂക്കുക എന്നുള്ളത് ഒരു വഴിപാടാണ് ആ നാട്ടിൽ, ഉത്തര കേരളത്തിൽ. കണികൾ വെള്ളരി, പൊൻവെള്ളരി ക്ഷേത്രത്തിൻ്റെ നടക്കെ കെട്ടിത്തൂക്കി പങ്ക. അപ്പോൾ ആദ്യം അറക്കുന്നത് പൊട്ടൻ്റെ ക്ഷേത്രത്തിൽ. അപ്പോൾ അതാണ് പറഞ്ഞത്, അറക്കൽ മുൻപിനാൽ അറക്കുന്ന പൊൻവെള്ളരി അറക്കിലാട്ടന്നെ മൊയിലകത്ത്, ഇറക്കി അവിടെ പൊട്ടൻ്റെ മുൻപിലും തൂക്ക വേണം. ഈ തെയ്യം ക്ഷേത്രങ്ങൾ കാവുകളൊക്കെ ഇട്ട് അവിടെ കെട്ടി തൂക്കണം. പിന്നെ ഇറക്കുന്ന പൊൻവെള്ളരി 14 പൊൻവെള്ളരി ഉണ്ട്. അതിൽ രണ്ടാമത്തെ പൊൻവെള്ളരി ഇവിടെയും തൃക്കേക്ക് പൊന്നോദേന, ഇവിടെയും തൂക്കിയേക്ക് പൊന്നോദേന, ലോകനാർക്കാവിലും കൊണ്ടുവന്ന് തൂക്കാനാണ് പറയുന്നത്. നീ ചെന്നാ വീടെ പറയാതെ ഉണ്ട്, ഞാൻ ചെന്നാ പൊട്ടനും പോരുമല്ലോ. നീ ചെന്ന് അവിടെ ചെന്ന് പറയണം, എന്നാലേ ആ പൊട്ടം വരുള്ളൂ, അല്ലാണ്ട് ഞാൻ ചെന്ന് പറഞ്ഞാലൊന്നും വരില്ല എന്ന് ഭഗവതിയമ്മ സാധാരണ മനുഷ്യരോട് സംസാരിക്കുന്നത് പോലെയാണ് ഒതേനോട്. ഒതേനൻ അങ്ങനെ ചെന്നു. ഒതേനൻ ചെന്നു, കുളിച്ചോർന്ന് തിരുമുമ്പാടെ ചൊന്നാളം നിന്നു, ഭണ്ഡാരപ്പെട്ടി വരുത്തി 16 വെള്ളിപ്പണം എടുത്തു, ഭണ്ഡാരത്തിലിട്ടു, തൊഴുതു നടക്കൽ നിൽക്കുമ്പോൾ നൂലിട്ടൊരു ഉണ്ണിക്ക് മെയ്യിൽ വന്നു. അങ്ങനെ ഇതൊക്കെ പറഞ്ഞ് എന്നെ പോലെയൊക്കെ ഉണ്ടായി. വേഗം കോട്ട ഉടൻ തന്നെ അവിടുത്തെ ഈ പൊട്ടൻ തെയ്യത്തിൻ്റെ ക്ഷേത്രത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഉണ്ണിക്കും മെയ്യിൽ വന്നിട്ട് പറഞ്ഞു, ഈ കോട്ട വടക്ക് പുറത്ത് നിൽക്കുക. നിങ്ങൾ കോട്ടയിൽ ചെന്നിട്ട് വടക്ക് പുറത്ത് നിൽക്കുമ്പോൾ നീല നിറത്തിലും കാണുന്നത്, നീല നിറത്തിൽ അവിടെ ഒരു കാര്യം കാണാം. അതിപ്പം ഞാനാണ് കുഞ്ഞോദേന, ഞാനാണ് അവിടെ കുഞ്ഞോദേന നീല നിറത്തിൽ കാണുന്നത്. പിന്നെ മഞ്ഞ നിറത്തിൽ കാണുന്നത് അതെൻ്റെ കാവിലെ ചീരോദേന, എൻ്റെ കാവിൽ ചീരു. അതൊരു പെൺതെയ്യമാണ്, ആ ആത്മാവാണ്. അതുകൊണ്ട് ആ ക്ഷേത്രത്തിലേക്ക്, കോട്ടയിലേക്ക്, വാങ്കളറ് കോട്ടയിലേക്ക് കടക്കാനുള്ള അതുകൊണ്ട് പിന്നിറക്കുന്ന ഈ പൊൻവെള്ളരി ചീരൂനും കൊണ്ടു കൊടുക്കണം. അങ്ങനെ മാണിക്യോത്തും ദൂരെ എത്തി തേച്ച് കുളിച്ചു. ഒതേനം കഞ്ഞി കുടിച്ചു, ചാപ്പനോടൊപ്പം കൂട്ടി കോട്ടയ്ക്കൽ കുഞ്ഞാലി മരക്കാരോടൊരു കപ്പലങ്ങോട്ട് വാങ്ങി. എന്നിട്ട് ഈ വാങ്കളറ് കോട്ട കാണാനായിട്ട് അങ്ങ് ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്തുണ്ടായി, കോട്ട നടന്നൊതേനൻ കോട്ടയിലുള്ള ജനങ്ങളെ അവിടെ ചെന്ന് കഴിഞ്ഞ 18 വാതിലുകളും ലോകനാർകാവിലമ്മ തുറന്നു വെച്ചു. ഒതേനൻ നേരെ കോട്ടയ്ക്കകത്ത് കയറി 14 ഓളയുടെ തല കുത്തിയെടുത്തു. ഒതേനൻ വാങ്കളറിൽ കുഞ്ഞിക്കന്നിയുടെ തല കൊത്തിയെടുത്തു എന്ന് അവളെ അങ്ങോട്ട് കൊന്നു. മുഹൂർത്തം 3 വെടിയും വെച്ചു. ആ കൊന്ന സമയത്ത് 3 വെടിയൊച്ച കേട്ടു. 3 വട്ടം അമ്പും എയ്തു, 3 പ്രാവശ്യം അമ്പും എയ്തു. എല്ലാവരും വേഗത്തിൽ പോരുന്നല്ലോ. അങ്ങനെ എവിടാടെ ചെങ്കിരി വാങ്കളറ കോട്ട ലോകനാർകാവിലമ്മയും സഹായത്തോടെ ഒതേനം വെട്ടിപ്പിടിച്ച് അവിടെയുള്ള സമ്പത്ത് മുഴുവനും തച്ചോളി മാണിക്യോത്ത് മേപ്പയിൽ തറവാട്ടിലേക്ക് കെട്ടിച്ചു എന്ന് വെച്ചാൽ കൊണ്ടുപോയി. ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ്. ഒതേനനും കുഞ്ഞിക്കന്നിയും തമ്മിൽ പലരെയും ചതിച്ച് പൊന്നും പണവും നേടി അവരുടെ ജീവൻ അപഹരിച്ച കുഞ്ഞിയെ, നാടിനൊരു ശത്രുവായിരുന്നു കുഞ്ഞിക്കന്നി. ആ ചെങ്കിരി കുഞ്ഞിക്കന്നി, ആ കുഞ്ഞിക്കന്നിയെ ഒതേനൻ കൊന്നു കളഞ്ഞു. അതാണ് ഈ കഥ.
ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ.